Good evening students. Welcome to a lecture series of quantum mechanics. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പാർട്ടിക്കിൾ ഇൻ വൺ ഡയമെൻഷണൽ ബോക്സ് ആണ് ഡിസ്കസ് ചെയ്തത്. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പാർട്ടിക്കിൾ ഇൻ എ ഫൈനൈറ്റ് സ്ക്വയർ വെൽ പൊട്ടൻഷ്യൽ ഡിസ്കസ് ചെയ്യാനാണ് ശ്രമിക്കുന്നത്. പക്ഷെ അതിനു മുമ്പായിട്ട് നമ്മൾ ചില ക്വാണ്ടം മെക്കാനിക്കൽ പ്രോബ്ലംസ് ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് വളരെ കൃത്യമായിട്ട് ധാരണ വേണ്ട ചില കോൺസെപ്റ്റുകൾ നമ്മളിവിടെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. അതായത് നമ്മളുടെ എനർജി ഐഗൺ സ്റ്റേറ്റുകൾ നമുക്ക് ജനറലി സിസ്റ്റത്തിൻ്റെ പൊട്ടൻഷ്യലിൻ്റെ സ്വഭാവത്തിനനുസരിച്ച് നമുക്ക് രണ്ട് രീതിയിൽ ക്ലാസിഫൈ ചെയ്യാൻ പറ്റും. ബൗണ്ട് സ്റ്റേറ്റ്സും സ്കാറ്ററിംഗ് സ്റ്റേറ്റും. പാർട്ടിക്കിളിൻ്റെ മോഷനുമായിട്ട് അസോസിയേറ്റ് ചെയ്തുകൊണ്ട് ടൈം ഇൻഡിപെൻഡൻറ്റ് ഷ്രോഡിഞ്ചർ ഇക്വേഷൻസ് രണ്ട് ടൈപ്പ് ഓഫ് മോഷൻസ് പ്രൊവൈഡ് ചെയ്യും. രണ്ട് ടൈപ്പ് ഓഫ് മോഷൻസ് ഉപയോഗിക്കും. അതിൽ ഒന്നെന്ന് പറയുന്നത് ബൗണ്ട് സ്റ്റേറ്റ് പ്രോബ്ലം എന്നും മറ്റൊന്ന് സ്കാറ്ററിംഗ് സ്റ്റേറ്റ് എന്നും വിളിക്കും. സോ ദീസ് ടു കോൺസെപ്റ്റ്സ് ആർ വെരി ഇമ്പോർട്ടൻറ്റ്. ബൗണ്ട് സ്റ്റേറ്റ്സ് ആൻഡ് സ്കാറ്ററിംഗ് സ്റ്റേറ്റ്സ്. ബൗണ്ട് സ്റ്റേറ്റ്സ് ആൻഡ് സ്കാറ്ററിംഗ് സ്റ്റേറ്റ്സ്. സോ അതെന്താണെന്ന് ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ പ്രധാനമായും ഒരു ഇപ്പോൾ ഇങ്ങനൊരു പൊട്ടൻഷ്യൽ ഇറ്റ്സ് എ സപ്പോസ് നമ്മളൊരു വൺ ഡയമെൻഷണൽ സിസ്റ്റം ആണ് എടുക്കുന്നത് വിചാരിച്ചോ. നമ്മൾ വളരെ സിംപ്ലിസിറ്റിക്ക് വേണ്ടി വൺ ഡയമെൻഷണൽ സിസ്റ്റം എടുക്കാൻ പോവാണ്. ആ വൺ ഡയമെൻഷണൽ സിസ്റ്റത്തിൽ പൊട്ടൻഷ്യൽ വി ഈസ് എ ഫങ്ഷൻ ഓഫ് എക്സ് ഓൺലി. സപ്പോസ് the potential is varying in this manner. ഒരു സം ഇറഗുലർ ഷേപ്പ് എന്ന് നമ്മളതിനെ വളരെ ഒരു എന്താ പറയുക കൃത്യമായിട്ടുള്ള ഒരു പൊട്ടൻഷ്യൽ എനർജി കർവിൻ്റെ റെപ്രസെൻറ്റേഷനൊന്നുമല്ല, എങ്കിലും പൊട്ടൻഷ്യൽ ഇങ്ങനെയാണ് വേരി ചെയ്യുന്നതെന്ന് വിചാരിക്കും. ആ സിസ്റ്റത്തിന് നമ്മൾ കൺസിഡർ ചെയ്യുന്ന പാർട്ടിക്കിളിൻ്റെ ടോട്ടൽ എനർജി എന്ന് പറയുന്നത് ഇത്രയാണെന്ന് വിചാരിക്കും. ദിസ് ഈസ് ദ എനർജി. സോ ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും പാർട്ടിക്കിളിൻ്റെ ഈ പൊട്ടൻഷ്യലിൻ്റെ വേരിയേഷൻ ഈ ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷനിൽ ഇപ്പോൾ എക്സ് എന്ന് പറയുന്നത് നമ്മളിതിപ്പോൾ ഇത് എക്സ് ഇക്വൽ ടു 0 ഇത് സെൻറ്ററായിട്ട് ഒറിജിൻ ആയിട്ട് എടുക്കുകയാണെങ്കിൽ ഇവിടെ എത്തുമ്പോൾ മൈനസ് ഇൻഫിനിറ്റിയും അങ്ങോട്ട് പോകുമ്പോൾ പ്ലസ് ഇൻഫിനിറ്റി വരെ നമുക്ക് വേരി ചെയ്യാം. അപ്പോൾ പാർട്ടിക്കിളിൻ്റെ ടോട്ടൽ എനർജി എന്ന് പറയുന്നത് ഈ രണ്ട് ബൗണ്ടറിയിലെത്തുമ്പോൾ, അതായത് മൈനസ് ഇൻഫിനിറ്റിയും പ്ലസ് ഇൻഫിനിറ്റിയും എത്തുമ്പോൾ പാർട്ടിക്കിളിൻ്റെ ടോട്ടൽ എനർജി എന്ന് പറയുന്നത് പൊട്ടൻഷ്യൽ എനർജിയെക്കാളും കുറവായിരിക്കും എന്നുള്ള രീതിയിൽ നമുക്ക് ട്രീറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇവിടെ നമുക്ക് രണ്ട് സൈഡിലും ഓൺ ഐദർ സൈഡ് വി ഓഫ് എക്സ് ഈസ് higher than E, which is the total energy on either side. ഇത്തരത്തിലാണ് എനർജി വേരിയേഷൻ. അതായത് രണ്ടിൻ്റെ മൈനസ് ഇൻഫിനിറ്റിയും പ്ലസ് ഇൻഫിനിറ്റി എത്തുമ്പോൾ ടോട്ടൽ എനർജി എന്ന് പറയുന്നത് പൊട്ടൻഷ്യൽ എനർജിയെക്കാളും കുറവായിട്ട് വരികയാണെങ്കിൽ നമ്മൾ, അല്ലെങ്കിൽ പൊട്ടൻഷ്യൽ എനർജി എന്ന് പറയുന്നത് ബൗണ്ടറിയിലുള്ള പൊട്ടൻഷ്യൽ എനർജി എന്ന് പറയുന്നത് ടോട്ടൽ എനർജിയെക്കാളും കുറവായിട്ട് വരികയാണെങ്കിൽ, ടോട്ടൽ എനർജിയെക്കാളും കൂടുതലായിട്ട് വരികയാണെങ്കിൽ അതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ബൗണ്ട് സ്റ്റേറ്റ്സ് എന്ന് വിളിക്കും. അത്തരത്തിലുള്ള സിസ്റ്റത്തിനെയാണ് ബൗണ്ട് സ്റ്റേറ്റ്സ് എന്ന് വിളിക്കുന്നത്. ആ വേർഡിൽ തന്നെ അതിൻ്റെ മീനിങ് ഉണ്ട്. ബൗണ്ട് സ്റ്റേറ്റ്സ് മീൻസ് പാർട്ടിക്കിൾ ഈസ് ബൗണ്ട് ടു മൂവ് വിത്തിൻ സം റീജിയൻ. ഇപ്പോൾ എന്ന് പറഞ്ഞാൽ ഈ രണ്ട് പോയിന്റുകളെ നമ്മൾ വിളിക്കുന്ന പേര് ക്ലാസിക്കൽ ടേണിംഗ് പോയിന്റ് എന്നാണ്. ദീസ് ടു പോയിന്റ്സ് ആർ കോൾഡ് ക്ലാസിക്കൽ ടേണിംഗ് പോയിന്റ്സ്. E is equal to V. These points are called classical turning points. ഇതിൻ്റെ അർത്ഥം എന്താണെന്ന് ചോദിച്ചാൽ ക്ലാസിക്കൽ മെക്കാനിക്സ് പ്രകാരം നമുക്ക് ഇതിനപ്പുറത്തേക്ക് ഈ രണ്ട് പോയിന്റുകൾക്ക്, ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ എക്സ് ഇസ് ഈക്വൽ ടു മൈനസ് എന്നും എക്സ് ഇസ് ഈക്വൽ ടു പ്ലസ് എ എന്നും എടുക്കുകയാണെങ്കിൽ എക്സ് മൈനസ് എക്കും പ്ലസ് എക്കും അപ്പുറത്തേക്ക് പാർട്ടിക്കിളിന് മൂവ് ചെയ്യാൻ പറ്റില്ല. ക്ലാസിക്കലി ഫോർബിഡൻ ആയിട്ടുള്ള റീജിയനാണ് ഈ രണ്ട് റീജിയനും. കാരണം എന്താ, ടോട്ടൽ എനർജി എന്ന് പറയുന്നത് പൊട്ടൻഷ്യൽ എനർജിയെക്കാളും കുറവാണ്.
അങ്ങനെ ഒരു സിറ്റുവേഷൻ ക്ലാസിക്കൽ മെക്കാനിക്സ് നമുക്ക് പറയാൻ പറ്റില്ല. ക്ലാസിക്കൽ മെക്കാനിക്സിൽ ടോട്ടൽ മെക്കാനിക്കൽ എനർജി എന്ന് പറയുന്നത് സം ഓഫ് കൈനറ്റിക് ആൻഡ് പൊട്ടൻഷ്യൽ എനർജീസ് ആണ്. അപ്പോൾ ഇവിടെ ഈ കേസിൽ ഇവിടെ വി ഈസ് ഗ്രേറ്റർ ദാൻ ഇ ആണ്. ഈ റീജിയനിലും വി ഈസ് ഗ്രേറ്റർ ദാൻ ഇ ആണ്. ഓക്കെ, ഹിയർ വി ഈസ് ലെസ് ദാൻ ഇ. ക്ലിയർ ആണല്ലോ? അപ്പോൾ അതുകൊണ്ട് തന്നെ പാർട്ടിക്കിൾ ഈ റീജിയനിലെ ബാക്ക് ആൻഡ് ഫ്രോത്ത് മൂവ്മെന്റ് മാത്രമേ നടത്തുള്ളൂ. പാർട്ടിക്കിൾ ഈ റീജിയനിൽ ട്രാപ്പ് ചെയ്യപ്പെട്ട പോലെയോ അല്ലെങ്കിൽ ബൗണ്ട് ചെയ്യപ്പെട്ട പോലെയോ. നമ്മൾ തൊട്ട് മുമ്പ് ഡിസ്കസ് ചെയ്ത പാർട്ടിക്കിളിൻ്റെ 1 ഡയമെൻഷണൽ ബോക്സിൽ നമ്മൾ കൺസിഡർ ചെയ്തത് വി ഈസ് ഈക്വൽ ടു 0 എന്നാണ്. ഹിയർ വി ഈസ് ഈക്വൽ ടു ഇൻഫിനിറ്റി. നമ്മൾ എനർജി എന്ന് പറയുന്നത് അവിടെ ഈ കേസിൽ ടോട്ടൽ എനർജി എന്ന് പറയുന്നത് n² π² h² ഡിവൈഡഡ് ബൈ 2m a² എന്ന് നമ്മൾ റെപ്രസെൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ എനർജി എന്ന് പറയുന്നത് ടോട്ടൽ എനർജി ഇവിടുത്തെ പൊട്ടൻഷ്യൽ എനർജിയേക്കാളും കൂടുതലാണ്. മാത്രമല്ല ബൗണ്ടറിയിലത്തെ പൊട്ടൻഷ്യലിനേക്കാളും ഇ ഈസ് ലെസ് ദാൻ പൊട്ടൻഷ്യൽ അറ്റ് ബൗണ്ടറി. സോ പാർട്ടിക്കിൾ ഈസ് ട്രാപ്ഡ് ഇൻ ദിസ് റീജിയൻ. പാർട്ടിക്കിൾ ആ റീജിയനിൽ തന്നെ ട്രാപ്പ് ചെയ്യപ്പെട്ടുകൊണ്ടാണ് അവിടെ നമുക്ക് ഡിസ്കസ് ചെയ്യാൻ പറ്റുക. ഓക്കെ, ഇപ്പോൾ അവിടെ നമ്മൾ എനർജി എന്ന് പറയുന്നത് നമുക്കപ്പോൾ ഇതാണ് നമ്മൾ ബൗണ്ട് സ്റ്റേറ്റ് എന്ന് പറഞ്ഞ് നമുക്ക് ഇത്തരത്തിലുള്ള റെപ്രസെൻറ്റേഷൻ ആണെങ്കിൽ നമ്മളുടെ പൊട്ടൻഷ്യൽ എനർജിയും പൊസിഷനും വെച്ച് എക്സും വെച്ച് ഗ്രാഫ് പ്ലോട്ട് ചെയ്താൽ ആ ഗ്രാഫിൽ രണ്ട് സൈഡിലും വേരിയേഷൻ നടക്കുന്ന രണ്ട് സൈഡിലും if the particle is bound to move within the region, രണ്ട് സൈഡിലും അതായത് E is less than V at boundary. ബൗണ്ടറി ഇവിടെ -∞ പ്ലസ് ഇൻഫിനിറ്റി ആണ് നമ്മൾ എടുത്തത്. പിന്നെ കുറച്ചും കൂടിയും ലളിതമായിട്ട് എഴുതുകയാണെങ്കിൽ E is less than V of -∞ and V of +∞ എന്ന് എഴുതാം. ബൗണ്ടറി എന്ന് പറയുന്നത് -∞ +∞ എടുക്കുമ്പോൾ നമുക്ക് ആ രൂപത്തിൽ റെപ്രസെന്റ് ചെയ്യാൻ പറ്റും. E is less than V of -∞ and V of +∞. This type of problems are called bound state problems. Bound states. ഇത്തരത്തിലുള്ള എനർജി സ്റ്റേറ്റുകളെ നമ്മൾ ബൗണ്ട് സ്റ്റേറ്റ്സ് എന്ന് നമ്മൾ റെപ്രസെന്റ് ചെയ്യും. ദെൻ ഇഫ് നമ്മൾ വേറൊരു സിറ്റുവേഷൻ കൈകാര്യം ചെയ്യാം. ഇപ്പോൾ എക്സാമ്പിൾ പറഞ്ഞാൽ ഇതാണ് ടോട്ടൽ എനർജി എന്ന് വിചാരിക്കുക സിസ്റ്റത്തിൻ്റെ. വി ഓഫ് എക്സും വെച്ച് ഗ്രാഫ് പ്ലോട്ട് ചെയ്തേക്കാണ്. ഇപ്പം എങ്ങനെയാണ് പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത്? ഇപ്പോൾ രണ്ട് സൈഡിലും ബോത്ത് സൈഡ്സിലും വി ഓഫ് എക്സ് ഈസ് ലെസ് ദാൻ വി ഇ. ശരിയാണല്ലോ? ഇനി ഇങ്ങനെ ഒരു റെപ്രസെൻറ്റേഷൻ, ഇതാണ് ടോട്ടൽ എനർജി എന്ന് വിചാരിക്കുക. ഇങ്ങനെയാണ് റെപ്രസെൻറ്റേഷൻ എന്ന് വിചാരിക്കുക. ഇവിടെ എന്താ, ഒരു സൈഡില് V of x is greater than E. ഈ രണ്ട് സിറ്റുവേഷൻസിനെ നമ്മൾ ഡിസ്കസ് ചെയ്യുക, അത്തരത്തിലുള്ള സ്റ്റേറ്റുകളെ നമ്മൾ വിളിക്കുക സ്കാറ്ററിംഗ് സ്റ്റേറ്റ്സ് എന്നാണ്. എന്ന് പറഞ്ഞാൽ പാർട്ടിക്കിളിന്റെ ടോട്ടൽ എനർജി എന്ന് പറയുന്നത് പൊട്ടൻഷ്യൽ എനർജിയേക്കാളും കുറവായതുകൊണ്ട് പാർട്ടിക്കിളിന് -∞ തൊട്ട് +∞ വരെ ഫ്രീ ആയി മൂവ് ചെയ്യാൻ സാധിക്കും. പാർട്ടിക്കിളിന് എന്താ സംഭവിക്കുക വെച്ചാൽ പാർട്ടിക്കിൾ ഒരു ഫ്രീ പാർട്ടിക്കിൾ വരുന്നു എന്ന് വിചാരിക്കുക, -∞ ഒരു ഫ്രീ പാർട്ടിക്കിൾ വരുന്നു എന്ന് വിചാരിക്കുക.
ആ ഫ്രീ പാർട്ടിക്കിൾ ഒരു പർട്ടിക്കുലർ എനർജി ഇയോട് കൂടിയാണ് വരുന്നത്. ഇവിടെ എത്തുമ്പോൾ ഈ ഒരു റീജിയനിൽ എത്തുമ്പോൾ ഈ പൊട്ടൻഷ്യൽ റീജിയനിലേക്ക് വരുമ്പോൾ പാർട്ടിക്കിൾ ഒന്ന് ജസ്റ്റ് ആക്സലറേറ്റ് ചെയ്യപ്പെടും, പാർട്ടിക്കിൾ അതുമായിട്ട് ഇൻട്രാക്ട് ചെയ്യും, അത് കഴിഞ്ഞിട്ട് വീണ്ടും പ്ലസ് ഇൻഫിനിറ്റി വരെ അത് പോവുകയും ചെയ്യും. ഇതാണ് ഇവിടെ സ്കാറ്ററിംഗ് സ്റ്റേറ്റ്സ് എന്ന് പറയുന്നത്. ഇവിടെ ഒരു സൈഡിൽ ബൗണ്ടഡ് ആണെങ്കിലും മറ്റേ മൊത്തത്തിൽ ഈ ഒരു സിസ്റ്റത്തിന് നമ്മൾ സ്കാറ്ററിംഗ് സ്റ്റേറ്റ് എന്ന് പറയും. പാർട്ടിക്കിൾ ഒരു മൈനസ് ഇൻഫിനിറ്റി തൊട്ട് ഈ റീജിയൻ വരെ നമുക്കതിനെ കൺസിഡർ ചെയ്യാൻ പറ്റും. അതുകൊണ്ടാണ് ഇതിനെ സ്കാറ്ററിംഗ് സ്റ്റേറ്റ്സ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ രണ്ട് രീതിയിലുള്ള റെപ്രസെൻറ്റേഷൻസ് നടത്തി. ബൗണ്ട് സ്റ്റേറ്റ്സ് എന്താണെന്ന് പറഞ്ഞു, സ്കാറ്ററിംഗ് സ്റ്റേറ്റ്സ് എന്താണെന്ന് പറഞ്ഞു. ഇനി ഒരു എക്സാമ്പിളും കൂടി ഡിസ്കസ് ചെയ്താൽ, ഒരു ടൈപ്പ് ഓഫ് ഫിഗറും കൂടി റെപ്രസെൻറ്റ് ചെയ്താൽ നമുക്കത് ക്ലിയർ ആയിട്ട് റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റും. Here, you consider the variation of potential as shown in this figure. So, V of x വെച്ചുള്ള ഗ്രാഫാണ്. ഇത് ഒറിജിൻ, x is equal to 0 ആണ്. Suppose the potential energy curve is like this. And the total energy is this. This is the dotted line represents the total energy. അപ്പോൾ ഈ രണ്ട് പോയിന്റ് എന്താണ്? ഈ രണ്ട് പോയിന്റ് നമുക്കറിയാം ക്ലാസിക്കൽ ടേണിംഗ് പോയിന്റ്സ് ആണ്. ക്ലാസിക്കൽ ടേണിംഗ് പോയിന്റ്സ് ആണ്. E is equal to B. ഈ റീജിയനിൽ നോക്കിയാൽ V of x is less than E ആണ്. അപ്പോൾ ഇത് എന്തായാലും ഒരു സ്കാറ്ററിംഗ് സ്റ്റേറ്റ് ആയിരിക്കും. സ്കാറ്ററിംഗ് സ്റ്റേറ്റിൻ്റെ സിറ്റുവേഷനാണ്. ഇവിടെ പാർട്ടിക്കിൾ ട്രാപ്പ് ചെയ്യപ്പെട്ട ഒരു സിറ്റുവേഷനാണ്. ഇവിടെ പാർട്ടിക്കിൾ ട്രാപ്പ് ചെയ്തതെന്ന് പറഞ്ഞാൽ ഇത് ഒരു ബൗണ്ട് സ്റ്റേറ്റ് പ്രോബ്ലമാണ്, ബൗണ്ട് സ്റ്റേറ്റ് റീജിയൻ. അപ്പോൾ നമുക്ക് ക്ലാസിക്കൽ മെക്കാനിക്സ് പ്രകാരം പാർട്ടിക്കിളിന് ഈ ഒരു റീജിയനിൽ മാത്രമേ ട്രാപ്പ് ചെയ്യാൻ പറ്റുള്ളൂ, കാരണം ടോട്ടൽ ക്ലിയർ. അപ്പോൾ ഈ ഒരു റീജിയനിലേക്ക് പാർട്ടിക്കിൾ, ഇപ്പോൾ നമ്മൾക്ക് എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇത് റീജിയൻ 1ഉം ഇത് റീജിയൻ 2 ആണെങ്കിൽ ക്വാണ്ടം മെക്കാനിക്കലി റീജിയൻ 1ൽ നിന്ന് റീജിയൻ 2ലേക്ക് പാർട്ടിക്കിളിന് മൂവ് ചെയ്യാൻ സാധിക്കില്ല. ഓക്കെ, ഇത് ക്ലാസിക്കലി ഫോർബിഡൻ റീജിയൻ ആണ്. ക്ലാസിക്കലി ഫോർബിഡൻ റീജിയൻ ആണ്. ഓക്കെ, സോ അതുകൊണ്ട് തന്നെ ഇതൊരു ക്വാണ്ടം മെക്കാനിക്കലി ഈ റീജിയൻ പോസിബിൾ ആണ്. നമ്മൾ ഇതുമായി ബന്ധപ്പെട്ട ചില എക്സാമ്പിൾസ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ക്വാണ്ടം മെക്കാനിക്കൽ ടണലിംഗ് ഇഫക്റ്റ് ഒക്കെ ഡിസ്കസ് ചെയ്യുമ്പോൾ ഇങ്ങനൊരു പൊട്ടൻഷ്യൽ ബാരിയറിനെ കുറിച്ച് നമുക്ക് പൊട്ടൻഷ്യൽ ബാരിയർ ഓവർകം ചെയ്യുന്നതൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്യും. പൊട്ടൻഷ്യൽ വെല്ലും പൊട്ടൻഷ്യൽ ബാരിയറൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്യും. സോ ഇത് ക്ലാസിക്കലി ഫോർബിഡൻ റീജിയൻ ആണ്, പക്ഷേ ക്വാണ്ടം മെക്കാനിക്കലി പോസിബിൾ ആയിട്ടുള്ള ഒരു റീജിയൻ ആണ്. റീജിയൻ 2 ആണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു പ്രോബ്ലം നമുക്ക് ഇങ്ങനെ റെപ്രസെന്റ് ചെയ്യാം. This potential corresponds to classical bound state problem, classical bound state, and quantum mechanical scattering state. Quantum mechanical scattering state. Quantum mechanical scattering state. അപ്പോൾ നമ്മൾ ചില എക്സാമ്പിൾസ് പറഞ്ഞു. 3 ഫിഗർ നമ്മൾ ഡിസ്കസ് ചെയ്ത് ഓർമ്മയുണ്ടാവും. എന്താണ് ബൗണ്ട് സ്റ്റേറ്റ് എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടി ഒരു ഫിഗർ റെപ്രസെന്റ് ചെയ്തിരുന്നു. സ്കാറ്ററിംഗ് സ്റ്റേറ്റ് എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടി 2 ഫിഗർ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതിൽ രണ്ടും പോസിബിൾ ആണ്. അതായത് ക്വാണ്ടം മെക്കാനിക്കലി സ്കാറ്ററിംഗ് സിറ്റുവേഷനും ക്ലാസിക്കലി ഒരു ബൗണ്ട് സ്റ്റേറ്റ് പ്രോബ്ലവും ഡിസ്കസ് ചെയ്യാവുന്നൊരു പൊട്ടൻഷ്യൽ റെപ്രസെൻറ്റേഷനാണ് ഇവിടെയുള്ളത്. അപ്പോൾ അതാണ് നമ്മൾ അത്തരം സിറ്റുവേഷൻസിലേക്കാണ് നമ്മൾ ഇനി കടക്കാൻ പോകുന്നത്. അപ്പോൾ അതിനു മുമ്പായിട്ട് നമുക്ക് ഒന്നും കൂടിയും സ്കാറ്ററിംഗ് സ്റ്റേറ്റിനെ കുറച്ചും കൂടി മാത്തമാറ്റിക്കലി റെപ്രസെന്റ് ചെയ്യുമ്പോൾ
ഒന്നും കൂടിയും സ്കാറ്ററിംഗ് സ്റ്റേറ്റും ബൗണ്ട് സ്റ്റേറ്റും നമുക്ക് മാത്തമാറ്റിക്കലി റെപ്രസെന്റ് ചെയ്യുമ്പോൾ ഇങ്ങനെ റെപ്രസെന്റ് ചെയ്യാം. ബൗണ്ട് സ്റ്റേറ്റ്സ് എന്ന് പറയുന്നത് E is greater than, E is less than V of minus infinity and V of plus infinity. രണ്ട് സൈഡിലും പ്ലസ് ഇൻഫിനിറ്റിയിലും മൈനസ് ഇൻഫിനിറ്റിയിലും പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത് ടോട്ടൽ എനർജിയേക്കാളും കുറവായിരിക്കണം. ബൗണ്ടറി പ്ലസ് ഇൻഫിനിറ്റി മൈനസ് ഇൻഫിനിറ്റി എന്ന് പറയുന്നത് ബൗണ്ടറിയാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. ഓക്കെ, ദിസ് ഈസ് എ ബൗണ്ട് സ്റ്റേറ്റ് പ്രോബ്ലം. Bound state. And if E is greater than V of minus infinity or V of plus infinity, രണ്ട് സിറ്റുവേഷൻസിലും ഇങ്ങനൊരു സിറ്റുവേഷൻ കൈകാര്യം ചെയ്യണമെന്നില്ല. എന്ന് പറഞ്ഞാൽ ടോട്ടൽ എനർജി എന്ന് പറയുന്നത് പ്ലസ് ഇൻഫിനിറ്റിയിലത്തെ പൊട്ടൻഷ്യൽ എനർജിയോനേക്കാളും കൂടുതലോ അല്ലെങ്കിൽ മൈനസ് ഇൻഫിനിറ്റിയിലെ പൊട്ടൻഷ്യൽ എനർജിയേക്കാളും കൂടുതലോ ആയാൽ മതി. രണ്ട് സൈഡിലും നമുക്ക് റെപ്രസെൻറ്റേഷൻ വേണ്ട, ഏതെങ്കിലും ഒരു സൈഡ് മാത്രം മതി. നമ്മൾ ആ എക്സാമ്പിൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതിനെ നമുക്ക് വിളിക്കാൻ പറ്റുന്നത് സ്കാറ്ററിംഗ് സ്റ്റേറ്റ്സ് എന്നാണ്. സ്കാറ്ററിംഗ് സ്റ്റേറ്റ്സ്. നോർമലി മിക്ക പ്രോബ്ലത്തിലും ഫിസിക്സ് പ്രോബ്ലത്തിലൊക്കെ നമ്മൾ പൊട്ടൻഷ്യൽ അറ്റ് ഇൻഫിനിറ്റി ഈസ് കൺവെൻഷനലി ടേക്കൻ ആസ് potential at infinity is conventionally taken as zero. ആണല്ലോ. അപ്പോൾ ഈ ഒരു മാത്തമാറ്റിക്കൽ റെപ്രസെൻറ്റേഷനെ ഒന്നും കൂടി ലളിതവൽക്കരിച്ച് നമുക്ക് ഇങ്ങനെ എഴുതാം. ഈ ലെസ് ദാൻ സീറോ ആണെങ്കിൽ അത് ബൗണ്ട് സ്റ്റേറ്റ് എന്നും ഈ ഗ്രേറ്റർ ദാൻ സീറോ ആണെങ്കിൽ അത് സ്കാറ്ററിംഗ് സ്റ്റേറ്റ്സ് എന്നും വിളിക്കും. സ്കാറ്ററിംഗ് സ്റ്റേറ്റ്. അപ്പം നമ്മളൊരു ഹാർമോണിക് ഓസിലേറ്റർ എടുക്കാം. ഹാർമോണിക് ഓസിലേറ്റർ. ഹാർമോണിക് ഓസിലേറ്ററിൻ്റെ പൊട്ടൻഷ്യൽ നമ്മൾ ഹാഫ് എം ഒമേഗ സ്ക്വയർ എക്സ് സ്ക്വയർ എന്നാണ് ഇത്. സോ വി ഓഫ് മൈനസ് ഇൻഫിനിറ്റിയും വി ഓഫ് പ്ലസ് ഇൻഫിനിറ്റിയും എത്ര വരും? നമുക്ക് ഇൻഫിനിറ്റിയും നമ്മൾ എടുക്കുകയാണെങ്കിൽ അങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യാം. നമുക്ക് ഇവിടെ ടോട്ടൽ എനർജി എന്ന് പറയുന്നത് എപ്പോഴും ഈസ് ലെസ് ദാൻ വി ഓഫ് മൈനസ് ഇൻഫിനിറ്റി ആൻഡ് വി ഓഫ് പ്ലസ് ഇൻഫിനിറ്റി എന്ന് നമുക്ക് റെപ്രസെൻറ്റ് ചെയ്യാം. അതുകൊണ്ട് തന്നെ ഹാർമോണിക് ഓസിലേറ്ററിലെ ഓൺലി ബൗണ്ട് സ്റ്റേറ്റ്സ് ആർ പോസിബിൾ. നമ്മൾ പൊട്ടൻഷ്യൽ എനർജി മിനിമം എടുക്കാറുള്ളത് സെൻറ്ററിലാണ്. ഹാർമോണിക് ഓസിലേറ്ററിൻ്റെ സെൻറ്ററിലാണ് നമ്മൾ കൺസിഡർ ചെയ്യാറുള്ളത്. നമുക്ക് സാധാരണ പൊട്ടൻഷ്യൽ എനർജി കർവൊക്കെ നമ്മൾ ഇങ്ങനെയാണ് റെപ്രസെൻറ്റ് ചെയ്യാറുള്ളത്, പൊട്ടൻഷ്യൽ എനർജി കർവ്. അപ്പോൾ എക്സ് മൈനസ് ഇൻഫിനിറ്റി ആകുമ്പോഴും പ്ലസ് ഇൻഫിനിറ്റി ആകുമ്പോഴും പാർട്ടിക്കിളിൻ്റെ ടോട്ടൽ എനർജി എന്ന് പറയുന്നത് ഇൻഫിനിറ്റിയുടെ പൊട്ടൻഷ്യൽ എനർജിയേക്കാളും കുറവായിരിക്കും ടോട്ടൽ എനർജി എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ പാർട്ടിക്കിൾ ഒരു റീജിയനിൽ ട്രാപ്പ് ചെയ്യപ്പെട്ട പോലെയോ ഈ ഒരു റീജിയനിൽ മാത്രമായിട്ട് ട്രാപ്പ് ചെയ്യപ്പെട്ട പോലെയോ അതാണ് പാർട്ടിക്കിൾ ഈസ് ബൗണ്ടഡ് ഇൻ ദ പൊട്ടൻഷ്യൽ വെൽ എന്ന് നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യാറുള്ളത്. ഓക്കെ, ഇതാണ് ഹാർമോണിക് ഓസിലേറ്ററിൽ. നമുക്കിനി അടുത്ത എക്സാമ്പിൾ എടുക്കാം. നമ്മൾ പറഞ്ഞത് തന്നെയാണ് ഇൻഫൈനൈറ്റ് സ്ക്വയർ വെൽ പൊട്ടൻഷ്യൽ ഓർ പാർട്ടിക്കിൾ ഇൻ എ ബോക്സ്. ഇൻഫൈനൈറ്റ് സ്ക്വയർ വെൽ ഓർ പാർട്ടിക്കിൾ ഇൻ എ ബോക്സ്. അതിന് നമ്മളുടെ റീജിയൻ എന്ന് പറയുന്നത് നമ്മൾ കൺസിഡർ ചെയ്തത് ഇങ്ങനൊരു പൊട്ടൻഷ്യൽ ബോക്സ് ആണ് നമ്മൾ കൺസിഡർ ചെയ്തത്. വൺ ഡയമെൻഷണൽ ബോക്സ്. എക്സ് ഇസ് ഈക്വൽ ടു 0, എക്സ് ഇസ് ഈക്വൽ ടു എ. ഇവിടെ നമ്മൾക്ക് പൊട്ടൻഷ്യൽ ഇൻഫിനിറ്റി ആണ്, ഇവിടെയും പൊട്ടൻഷ്യൽ ഇൻഫിനിറ്റി ആണ്, ഇവിടെ പൊട്ടൻഷ്യൽ 0. നമ്മൾ എനർജിക്കൽ എക്സ്പ്രഷൻ ഇ എന്ന് പറയുന്നത് എൻ സ്ക്വയർ പൈ സ്ക്വയർ എച്ച് ക്രോസ് സ്ക്വയർ
divided by 2m a square എന്നാണ് എഴുതിയത്, which is less than v of minus infinity and v of plus infinity, അല്ലെങ്കിൽ which is less than v at boundaries, v at plus or minus a, അല്ലെങ്കിൽ plus a and at x is equal to 0. ക്ലിയർ ആണല്ലോ? ഇവിടെ ഇൻഫിനിറ്റി ആണ്. അപ്പോൾ അതെന്തായി? ഇവിടെയും എനർജി എന്ന് പറയുന്നത് ലെസ് ദാൻ വി അറ്റ് ബൗണ്ടറി ആണ്. സോ ഇറ്റ് ഈസ് അഗെയിൻ ഓൺലി ബൗണ്ട് സ്റ്റേറ്റ്സ് ആർ പോസിബിൾ. ഓൺലി ബൗണ്ട് സ്റ്റേറ്റ്സ് ആർ പോസിബിൾ. ഓക്കെ. ഇനി വി ഓഫ് ഇൻഫിനിറ്റി എന്ന് പറയുന്നത് അല്ലെങ്കിൽ മൈനസ് ഇൻഫിനിറ്റി നമ്മൾ 0 ആയിട്ട് എടുക്കുകയാണെങ്കിൽ ഈ ലെസ് ദാൻ 0 എന്നുള്ള രൂപത്തിലും നമുക്ക് റെപ്രസെന്റ് ചെയ്യാം. ഓക്കെ. ദെൻ ഒരു ഫ്രീ പാർട്ടിക്കിളിന്റെ കേസ് എടുക്കുക. ഫ്രീ പാർട്ടിക്കിൾ നമ്മൾ ഡിസ്കസ് ചെയ്ത ഇതാണ് ഫ്രീ പാർട്ടിക്കിൾസ്. ഫ്രീ പാർട്ടിക്കിൾസിന് എന്താ പ്രത്യേകത? ദ പൊട്ടൻഷ്യൽ എനർജി ഈസ് 0 എവരിവെയർ. സോ E is greater than V always. So it corresponds to only scattering states. മിക്ക ക്വാണ്ടം മെക്കാനിക്കൽ പ്രോബ്ലത്തിലും ബൗണ്ട് സ്റ്റേറ്റ്, പല ക്വാണ്ടം മെക്കാനിക്കൽ പ്രോബ്ലവും നമ്മൾ ഡിസ്കസ് ചെയ്യുമ്പോൾ അതിൽ ബൗണ്ട് സ്റ്റേറ്റ് സിറ്റുവേഷൻസും ഉണ്ടാവും, ബൗണ്ട് സ്റ്റേറ്റ് വേവ് ഫംഗ്ഷൻസും ഉണ്ടാവും, സ്കാറ്ററിംഗ് സ്റ്റേറ്റ് വേവ് ഫംഗ്ഷൻസും സൊല്യൂഷൻസും പോസിബിൾ ആണ്. ഒരു ടൈം ഇൻഡിപെൻഡൻറ്റ് ഷ്രോഡിഞ്ചർ ഇക്വേഷൻ്റെ സൊല്യൂഷൻ നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുമ്പോൾ പലപ്പോഴും പല ക്വാണ്ടം മെക്കാനിക്കൽ പ്രോബ്ലത്തിലും ബൗണ്ട് സ്റ്റേറ്റ് സൊല്യൂഷൻസും അതേപോലെ തന്നെ സ്കാറ്ററിംഗ് സ്റ്റേറ്റ് സൊല്യൂഷൻസും പോസിബിൾ ആയിരിക്കും. നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്ത ഹാർമോണിക് ഓസിലേറ്ററിലോ ഇൻഫൈനൈറ്റ് സ്ക്വയർ വെൽ പൊട്ടൻഷ്യലിലോ ബൗണ്ട് സ്റ്റേറ്റ്സ് മാത്രമേ ഉള്ളൂ, സ്കാറ്ററിംഗ് സ്റ്റേറ്റ്സ് ഇല്ല. ഫ്രീ പാർട്ടിക്കിളിലാണെങ്കിൽ സ്കാറ്ററിംഗ് സ്റ്റേറ്റ്സ് മാത്രമേ ഉള്ളൂ എന്നുള്ളതാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. അപ്പോൾ അതാണ് ജനറലി ഒരു ബൗണ്ട് സ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് റെപ്രസെൻറ്റ് ചെയ്യാൻ. നമുക്ക് വളരെ ലളിതമായിട്ട് ഇങ്ങനെ എഴുതാം. ബൗണ്ട് സ്റ്റേറ്റ് ആണെങ്കിൽ നമ്മൾ ടോട്ടൽ എനർജി നെഗറ്റീവായിട്ട് എടുക്കും, അല്ലെങ്കിൽ ഇ ലെസ് ദാൻ 0 എന്ന് എഴുതും. ആ നെഗറ്റീവ് എന്ന് പറയുന്ന കൺസെപ്റ്റ്, നെഗറ്റീവ് എനർജി എന്നുള്ള കൺസെപ്റ്റ് ഒന്നും എടുക്കരുത്. അവിടെ പൊട്ടൻഷ്യലിൻ്റെ ബൗണ്ടറിയിലത്തെ പൊട്ടൻഷ്യൽ നമ്മൾ അപ്രോപ്രിയേറ്റ് റെഫറൻസ് പോയിന്റ് ഉപയോഗിച്ച് 0 എന്ന് ചൂസ് ചെയ്തത് കൊണ്ടാണ് അങ്ങനെ വന്നത്. സ്കാറ്ററിംഗ് സ്റ്റേറ്റ്സ് എന്ന് പറഞ്ഞാൽ ഇ ഗ്രേറ്റർ ദാൻ 0 ആണ്. ബൗണ്ട് സ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ പാർട്ടിക്കിൾ ഈസ് ബൗണ്ടഡ് ഇൻ എ റീജിയൻ ക്ലാസിക്കലി എന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം. സ്കാറ്ററിംഗ് സ്റ്റേറ്റ്സ് എന്ന് പറഞ്ഞാൽ പാർട്ടിക്കിൾ ക്യാൻ മൂവ് ഫ്രം മൈനസ് ഇൻഫിനിറ്റി ടു ആൻഡ് ഗോ ടു ഇൻഫിനിറ്റി എന്നുള്ള രീതിയിൽ നമുക്ക് ട്രീറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ബൗണ്ട് സ്റ്റേറ്റും സ്കാറ്ററിംഗ് സ്റ്റേറ്റും വളരെ കൃത്യമായിട്ട് റെപ്രസെൻറ്റ് ചെയ്തു. നമുക്കൊരു ക്വാണ്ടം മെക്കാനിക്കൽ സൊല്യൂഷൻ കണ്ടുപിടിക്കുമ്പോൾ അവിടെ ബൗണ്ട് സ്റ്റേറ്റ് വേവ് ഫംഗ്ഷൻസും ബൗണ്ട് സ്റ്റേറ്റ് വേവ് എനർജിക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ള വേവ് ഫംഗ്ഷൻസും സ്കാറ്ററിംഗ് സ്റ്റേറ്റിൻ്റെ എനർജിക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ള വേവ് ഫംഗ്ഷൻസും പലപ്പോഴും നമുക്ക് കണ്ടുപിടിക്കേണ്ടി വരും. ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന പ്രോബ്ലത്തിലൊക്കെ ഇത്തരം ഒരു കോൺസെപ്റ്റ് നമ്മൾ കൃത്യമായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യും. അത് ഉപയോഗിച്ചുകൊണ്ടായിരിക്കും നമ്മൾ പ്രോബ്ലം കൃത്യമായിട്ട് ഡിസ്കസ് ചെയ്യും. ഓക്കെ. So next we are going to discuss the topic particle in a finite potential well. Particle in a finite potential well. Potential well. നമ്മൾ കൺസിഡർ ചെയ്യുന്ന പൊട്ടൻഷ്യൽ വെല്ല് എങ്ങനെയാണ്? ആ പൊട്ടൻഷ്യൽ വെല്ലിന്റെ വിഡ്ത്ത് എന്ന് പറയുന്നത് 2a ആണെന്ന് വിചാരിക്കുക. പൊട്ടൻഷ്യൽ എനർജി ഇങ്ങനെയാണ് വേരി ചെയ്യുന്നത് വിചാരിക്കുക. v of x ഉം വെച്ചിട്ടുള്ള ഗ്രാഫാണ്.
ഇവിടെ എക്സ് ഇസ് ഈക്വൽ ടു 0 ആണ്, ഇത് മൈനസ് എ ആണ്, ഇത് പ്ലസ് എ ആണ്. അപ്പോൾ വിടുത്ത് എന്ന് പറയുന്നത് 2a ആണ്. ഇതിൻ്റെ വിടുത്ത് എന്ന് പറയുന്നത് 2a. ഓക്കെ, ഈ പൊട്ടൻഷ്യലിനെ നമുക്ക് -v0 എന്ന് റെപ്രസെൻറ്റ് ചെയ്യാം. അപ്പോൾ നമുക്ക് ഇതൊരു പൊട്ടൻഷ്യൽ വെല്ല് പോലെയാണ്, ശരിയല്ലേ? അതായത് -aക്ക് അപ്പുറം ഇപ്പുറത്തെ സൈഡിലെ പൊട്ടൻഷ്യൽ എനർജി 0, +aക്ക് അപ്പുറവും പൊട്ടൻഷ്യൽ എനർജി 0 ആണ്. ഇവിടെ ഒരു വെല്ല് പോലെയാണ്. ഒരു എന്താ പറയുക, പൊട്ടൻഷ്യൽ എനർജി എന്ന് പറയുന്നത് -v0 വരെയാണ്. അപ്പോൾ നമുക്ക് ഇങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യാം, v of x is equal to -v0 for -a less than x less than a and 0 for all other case, that means mod x greater than a. ഇതാണ് നമ്മൾ കൺസിഡർ ചെയ്ത പൊട്ടൻഷ്യൽ വെൽ എന്ന് പറയുന്നത്. ഓക്കെ, നമുക്ക് അതിൻ്റെ ഷ്രോഡിഞ്ചർ ഇക്വേഷൻ എഴുതാം. ഷ്രോഡിഞ്ചർ ഇക്വേഷൻ എഴുതുമ്പോൾ നമുക്ക് 3 റീജിയനിലെ ഷ്രോഡിഞ്ചർ ഇക്വേഷൻ എഴുതാൻ പറ്റും. വി ക്യാൻ റൈറ്റ് ഷ്രോഡിഞ്ചർ ഇക്വേഷൻ for a finite potential well. ഇവിടെ പൊട്ടൻഷ്യൽ വെൽ എന്ന് പറയുന്നത് പൊട്ടൻഷ്യൽ ഡെപ്ത് എന്ന് പറയുന്നത് ഫൈനൈറ്റ് ആണ്, അതുകൊണ്ടാണ് v0 എന്ന് പറയുന്ന ഒരു ഡെപ്ത് ആണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. ഫൈനൈറ്റ് പൊട്ടൻഷ്യൽ വെൽ ഇൻ 3 റീജിയൻസ്. ഏതൊക്കെ റീജിയൻ ആണ്? എക്സ് ലെസ് ദാൻ -a ഒരു റീജിയൻ, -a ലെസ് ദാൻ എക്സ് ലെസ് ദാൻ എ അടുത്ത റീജിയൻ, മൂന്നാമത്തെ റീജിയൻ എന്ന് പറയുന്നത് എക്സ് ഗ്രേറ്റർ ദാൻ എ. റീജിയൻ 1, റീജിയൻ 2, റീജിയൻ 3 എന്ന് വേണമെങ്കിൽ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി റെപ്രസെൻറ്റ് ചെയ്യാം. ഈ 3 കേസിലെയും ഷ്രോഡിഞ്ചർ ഇക്വേഷൻ നമുക്ക് റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റും. ഈ ഒരു പ്രോബ്ലത്തിൽ നമുക്ക് വളരെ കൃത്യമായിട്ട് കാണാൻ പറ്റും, നമുക്ക് അതിൽ സ്കാറ്ററിംഗ് സ്റ്റേറ്റ്സും അതേപോലെ തന്നെ ബൗണ്ട് സ്റ്റേറ്റ്സും വളരെ കൃത്യമായിട്ട് നമുക്ക് റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റും. അതായത് ഇൻ ദിസ് പ്രോബ്ലം നമ്മൾ പറഞ്ഞ് ഡിസ്കസ് ചെയ്യുമ്പോൾ നമുക്ക് ക്ലിയർ ആവും. ഇൻ ദിസ് പ്രോബ്ലം വി ക്യാൻ കൺസിഡർ ബോത്ത് scattering states. Scattering states means E greater than 0 and bound states. Here E less than 0. ഓക്കെ, നമ്മൾ ബൗണ്ടറിയിലത്തെ പൊട്ടൻഷ്യൽ 0 ആയിട്ട് കൺസിഡർ ചെയ്യുന്നതുകൊണ്ടാണ് ഇങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഈ 2 സിറ്റുവേഷൻസും കൈകാര്യം ചെയ്യാം. അപ്പോൾ നമ്മളുടെ ലക്ഷ്യം എന്ന് പറയുന്നത് നമ്മൾ ബൗണ്ട് സ്റ്റേറ്റ് വേവ് ഫംഗ്ഷൻസ് കൃത്യമായിട്ട് ഇൻ്റർപ്രറ്റ് ചെയ്യുന്നു, അതിൻ്റെ എനർജി ഐഗൺ വാല്യൂസും അതിൻ്റെ ബിഹേവിയറും ഡിസ്കസ് ചെയ്യുന്നു. അതിനുശേഷം സ്കാറ്ററിംഗ് സ്റ്റേറ്റ്സിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യുന്നു. സ്കാറ്ററിംഗ് സ്റ്റേറ്റ്സിൽ എങ്ങനെയാണ് അതിൻ്റെ എനർജി ഐഗൺ വാല്യൂസും അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ട്രാൻസ്മിഷൻ കോഎഫിഷ്യൻസ് എന്ന് പറയുന്ന ഒരു പാരാമീറ്ററൊക്കെ നമ്മൾ കണ്ടുപിടിക്കുന്നുണ്ട്. അതാണ് ഈ ടോപ്പിക്കിൽ പ്രധാനമായും ഡിസ്കസ് ചെയ്യാനുള്ളത്. അപ്പോൾ നമുക്ക് തുടങ്ങാം, ബൗണ്ട് സ്റ്റേറ്റിൽ നിന്ന് തുടങ്ങാം. വി വിൽ ഫസ്റ്റ് look into bound states. Bound states means we are considering E is less than 0. E as quantity which is less than 0. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ഫോർ x less than -a ഷ്രോഡിഞ്ചർ ഇക്വേഷൻ എങ്ങനെ എഴുതാം? -h² divided by 2m d square, നമുക്ക് അവിടുത്തെ വേവ് ഫംഗ്ഷനെ ue of x എഴുതാം, ഡിവൈഡഡ് ബൈ dx² is equal to പ്ലസ് v into ue of x is equal to ue of x. ഇതാണ് നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുക. പക്ഷേ ഇവിടെ v എത്രയാണ്? v is equal to 0 ആണ്. അപ്പോൾ 0 ആണ്, അപ്പോൾ ഈ ഒരു ടേം വരില്ല. So -h² divided by 2m into d square ue of x by dx² is equal to ue of x.
for x less than minus a. Equation number 2. നമ്മൾ ആദ്യം v of x ന്റെ എക്സ്പ്രഷൻ എഴുതിയിട്ടുണ്ടായിരുന്നു. അതിന് ഇക്വേഷൻ നമ്പർ 1 കൊടുക്കുക. This is equation number 2. Okay, clear. So ഒന്ന് റീഅറേഞ്ച് ചെയ്യുക. d square ue of x by dx square is equal to minus 2me divided by h cross square into ue of x. Equation number 2a ആണെങ്കിൽ നമുക്ക് റെപ്രസെന്റ് ചെയ്യാം. നമുക്ക് ഇതിൽ മൈനസ് 2me ഡിവൈഡഡ് ബൈ എച്ച് ക്രോസ് സ്ക്വയറിനെ കെ സ്ക്വയർ എന്ന് എടുക്കും. ഹിയർ നമ്മൾ കൺസിഡർ ചെയ്യുന്നത് എന്താ, ഇ ലെസ് ദാൻ 0 ആണ്. സോ ഇ ഈസ് നെഗറ്റീവ്. സോ മൈനസ് 2me ബൈ എച്ച് ക്രോസ് സ്ക്വയർ എന്ന് പറയുന്നത് ഒരു പോസിറ്റീവ് ക്വാണ്ടിറ്റി വരും. ദെയർഫോർ കെ ക്യാൻ ബി റിട്ടൺ ആസ് റൂട്ട് ഓഫ് minus 2me divided by h cross square is equal to root of minus 2me divided by h cross, which is a real positive quantity. K is real. അതുകൊണ്ടാണ് ഇ ലെസ് ദാൻ 0 എടുത്തുകൊണ്ടാണ് കെ റിയൽ ആയിട്ട് കിട്ടിയത്. അപ്പോൾ നമുക്ക് ആ ഇക്വേഷൻ ഇങ്ങനെ എഴുതാം. ഡി സ്ക്വയർ യു ഇ ഓഫ് എക്സ് by dx square plus is equal to k square ue of x. Clear? So you can write it as d square ue of x divided by dx square minus k square ue of x is equal to 0. Equation number 3 എന്ന് കൊടുക്കും. ഇതിൻ്റെ സൊല്യൂഷൻ എന്ത് വരും? നമ്മൾ സെക്കൻഡ് ഓർഡർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ സോൾവ് ചെയ്യുന്നിങ്ങനെ നമുക്ക് എം സ്ക്വയർ മൈനസ് കെ സ്ക്വയർ ഇസ് ഈക്വൽ ടു 0 എന്ന് എഴുതാം. സോ എം സ്ക്വയർ ഇസ് ഈക്വൽ ടു കെ സ്ക്വയർ എന്ന് വന്നു. എം ഇസ് ഈക്വൽ ടു പ്ലസ് ഓർ മൈനസ് കെ എന്ന് വന്നു. അപ്പോൾ സൊല്യൂഷൻ എന്ന് പറയുന്നത് യു ഇ ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു രണ്ട് റൂട്ടാണുള്ളത്. എ ഇ റേസ് ടു മൈനസ് കെ എക്സ് പ്ലസ് ബി ഇ റേസ് ടു കെ എക്സ് നമുക്ക് റെപ്രസെൻറ്റ് ചെയ്യും. വിച്ച് ഈസ് ഇക്വേഷൻ നമ്പർ 4 ഫോർ എക്സ് ലെസ് ദാൻ മൈനസ് എ. അതോർക്കുക, എക്സ് ലെസ് ദാൻ മൈനസ് എയിലാണ് നമ്മൾ ഈ ഒരു സൊല്യൂഷൻ എഴുതിയത്. ഇക്വേഷൻ നമ്പർ 4 എന്ന് പറയുന്നത്. ഓക്കെ, പക്ഷേ ഇവിടെ ഒരു പ്രശ്നമുണ്ട്. നമ്മൾ കൺസിഡർ ചെയ്യുന്ന റീജിയൻ എന്താ, എക്സ് ലെസ് ദാൻ മൈനസ് എ ആണ്. അപ്പോൾ നമ്മൾ ഈ ഒരു എക്സ്പ്രഷൻ എടുക്കുക. എ ഇ റേസ് ടു മൈനസ് കെ എക്സ് എന്ന് പറയുന്ന ടേം എടുക്കുമ്പോൾ എക്സ് ലെസ് ദാൻ മൈനസ് എ കാരണം എക്സ് നെഗറ്റീവ് ആവുക. അപ്പോൾ അത് എന്ത് വരും, ഇ റേസ് ടു എ പോസിറ്റീവ് ക്വാണ്ടിറ്റി എന്ന് വരും. ശരിയെന്ന് വിചാരിക്കുന്നു, മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനി ഇഫ് എക്സ് ടെൻസ് ടു മൈനസ് ഇൻഫിനിറ്റി എന്ന് കൊടുക്കുക, അതായത് ഇവിടെ എക്സിന് മൈനസ് ഇൻഫിനിറ്റി എന്ന് കൊടുക്കുമ്പോൾ, കാരണം എന്താ, അതിൻ്റെ ബൗണ്ടറിയിലെത്തുമ്പോൾ ബൗണ്ടറിയിലത്തെ പൊട്ടൻഷ്യലാണ് ഞാൻ നോക്കുന്നത്. ബൗണ്ടറിയിലെത്തുമ്പോൾ എക്സ് ടെൻസ് ടു മൈനസ് ഇൻഫിനിറ്റി എന്ന് കൊടുത്താൽ എ ഇ റേസ് ടു ഇൻഫിനിറ്റി എന്ന് വരും. അപ്പോൾ ഇതെന്തായി, ഈ ടേം ഒരു അതായത് ഈ വേവ് ഫംഗ്ഷൻ എന്ന് പറയുന്ന ഒരിക്കലും നോർമലൈസ്ഡ് അല്ലാത്തൊരു സിറ്റുവേഷൻ വരും. ഇറ്റ് വിൽ നോട്ട് ബി എ well behaved wave function due to the blowing up of this term. This term blows up at the boundary means as x tends to minus infinity. So this equation will not be suitable for a well behaved wave function. So in order to make this equation as a well behaved wave function, we can omit this term. So the wave function, normalized wave function, well behaved wave function can be simply written as b e raised to kx for x less than minus a.
ഇക്വേഷൻ നമ്പർ 5. അപ്പോൾ ഇക്വേഷൻ ഈ ഒരു ടേം ബ്ലോസപ്പ് ചെയ്യുന്നതുകൊണ്ടാണ് നമ്മൾ ഇതിനെ റിമൂവ് ചെയ്യുന്നത്. റിമൂവ് ചെയ്തിട്ട് നമ്മൾ ഈ ഒരു രൂപത്തിൽ നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യും. ഓക്കെ, അപ്പോൾ നമ്മൾക്ക് എന്താണ് എക്സ് ലെസ് ദാൻ മൈനസ് എ ഉള്ള ഷ്രോഡിഞ്ചർ ഇക്വേഷൻ സോൾവ് ചെയ്യുകയും അതിൻ്റെ സൊല്യൂഷൻ കണ്ടെത്തുകയും ചെയ്തു. അതിൽ ബി എന്ന് പറയുന്ന കോൺസ്റ്റൻ്റ് ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. നമുക്ക് പിന്നെ കണ്ടുപിടിക്കാം, അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമല്ല. നോർമലൈസേഷൻ കോൺസ്റ്റന്റ് കണ്ടുപിടിക്കാൻ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. ഓക്കെ, ദെൻ നമുക്ക് ആ വെള്ളിൻ്റെ ഉള്ളിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഫോർ മൈനസ് എ ലെസ് ദാൻ എക്സ് ലെസ് ദാൻ എ, ആ റീജിയനിൽ എന്ത് വരും? അവിടെ ഷ്രോഡിഞ്ചർ ഇക്വേഷൻ എന്ന് പറയുന്നത് മൈനസ് എച്ച് ക്രോസ് സ്ക്വയർ ഡിവൈഡഡ് ബൈ 2m ഡി സ്ക്വയർ യു ഇ ഓഫ് എക്സ് ഡിവൈഡഡ് ബൈ ഡി എക്സ് സ്ക്വയർ പ്ലസ് വി ഇൻറ്റു യു ഇ ഓഫ് എക്സ്. അവിടെ വി എന്നുള്ളതിന് പകരം മൈനസ് വി സീറോ ആണ് വരിക. ഇവിടെ വി എന്ന് പറയുന്നത് മൈനസ് വി സീറോ ആണ്. മൈനസ് വി സീറോ ഇൻറ്റു യു ഇ ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു ഇ യു ഇ ഓഫ് എക്സ്. Okay, so the equation will become minus h cross square divided by 2m d square u e of x divided by dx square is equal to e plus v0 into u e of x. So d square u e of x divided by dx square will be written as 2m into e plus v0 divided by h cross square, നെഗറ്റീവ് സൈൻ ഇവിടെ വന്നു, into u e of x. ഓക്കെ, ഇവിടെ ടു എം ഇൻറ്റു ഇ പ്ലസ് വി സീറോ ഡിവൈഡഡ് ബൈ എച്ച് ക്രോസ് സ്ക്വയർ എന്ന് പറയുന്ന ടേം എടുക്കുക. നമുക്കറിയാം ഇ എന്ന് പറയുന്നത് ലെസ് ദാൻ സീറോ ആണ്. ദാറ്റ് മീൻസ് ദിസ് ടേം ഈസ് എ നെഗറ്റീവ് ക്വാണ്ടിറ്റി. വി സീറോ പോസിറ്റീവ് ആണ്. ഇത് മൈനസ് വി സീറോ ആണ്, നമ്മൾ നെഗറ്റീവ് ആയിട്ട് എടുത്താണ്. അപ്പോൾ വി സീറോ പോസിറ്റീവ് ആണ്. അപ്പോൾ ഇ പ്ലസ് വി സീറോ എന്ന് പറയുന്ന ടേം പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ എന്നുള്ളതിനെ നിശ്ചയിച്ചിട്ടാണ് ഈ ഒരു മൊത്തം ടേം പോസിറ്റീവ് ആവണോ നെഗറ്റീവ് ആവണോ എന്ന് തീരുമാനിക്കുന്നത്. അപ്പോൾ ഇ പ്ലസ് ബി സീറോ പോസിറ്റീവ് വരുമോ നെഗറ്റീവ് വരുമോ എന്നുള്ളതാണ് നമ്മളുടെ ചോദ്യം. പക്ഷേ ഒരു വെൽ ബിഹേവ്ഡ് വേവ് ഫംഗ്ഷൻ വരണമെങ്കിൽ, ഫോർ എ വെൽ ബിഹേവ്ഡ് വേവ് ഫംഗ്ഷൻ, വെൽ ബിഹേവ്ഡ് നോർമലൈസബിൾ വേവ് ഫംഗ്ഷൻ, the energy of the particle must be always less than must be always greater than, energy will be always greater than the minimum potential energy. നമ്മളുടെ ഈ ഒരു പ്രോബ്ലത്തിൽ മിനിമം പൊട്ടൻഷ്യൽ എനർജി എന്ന് പറയുന്നത് മൈനസ് ബി സീറോ ആണ്. ദാറ്റ് മീൻസ് ഇ ഈസ് ഓൾവേസ് ഗ്രേറ്റർ ദാൻ മൈനസ് ബി സീറോ. ഇപ്പോൾ സിമ്പിളായിട്ട് എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇ എന്ന് പറയുന്നത് ഈ റേഞ്ചിൽ വരുന്ന അർത്ഥം. നെഗറ്റീവ് ആണെങ്കിൽ പോലും ഇ എന്ന് പറയുന്നത് ഈ ഒരു റേഞ്ചിലായിരിക്കും വരും. അപ്പോൾ അതായത് ഇതിപ്പോൾ ഒരു -5 ആണെങ്കിൽ ഇത് -2 ആണെന്ന് വിചാരിക്കുക. അപ്പോൾ ഇ പ്ലസ് ബി സീറോ എന്ന് എഴുതുമ്പോൾ -2 + 5 എന്ന് എഴുതാം. അതിൻ്റെ അർത്ഥം എന്താ? 3. അപ്പോൾ ഇ പ്ലസ് ബി സീറോ എന്തായി? പോസിറ്റീവായി. ഇതൊരു ഇമ്പോർട്ടൻറ്റ് തിയറമാണ്. അതായത് മിനിമം പൊട്ടൻഷ്യൽ എനർജി എന്ന് പറയുന്നത് ടോട്ടൽ എനർജിയേക്കാളും കൂടുതലായിരിക്കും എന്നുള്ളൊരു കണ്ടീഷൻ നമ്മൾ അപ്ലൈ ചെയ്യുമ്പോഴാണ്, കുറവായിരിക്കും എന്നുള്ള കണ്ടീഷൻ അപ്ലൈ ചെയ്യുമ്പോഴാണ് നമുക്ക് ഇ പ്ലസ് ബി സീറോ എന്ന് പറയുന്നത് പോസിറ്റീവായിട്ട് എടുക്കാൻ പറ്റുക. ഇ പ്ലസ് ബി സീറോ പോസിറ്റീവ് ആണെങ്കിൽ 2m ഇൻറ്റു ഇ പ്ലസ് ബി സീറോ divided by h cross square is a positive quantity. We can take it as L square. So L is equal to root of 2m into e plus v0 divided by h cross, which is real and positive. Okay, clear? So you can take
you can represent the equation for minus a less than x less than a d square ue of x divided by dx square is equal to minus 2m into e plus v0 divided by h cross square into ue of x neither, that is equal to minus l square ue of x neither. So d square ue of x divided by dx square plus l square ue of x is equal to 0, which is equation number 6. ഇതിൻ്റെ സൊല്യൂഷൻ എന്ത് വരും? ഇതും നമ്മൾ മുമ്പ് ഡിസ്കസ് ചെയ്ത പോലെ എം സ്ക്വയർ പ്ലസ് എൽ സ്ക്വയർ ഇസ് ഇക്വൽ ടു 0 എന്ന് എഴുതുകയാണെങ്കിൽ എം സ്ക്വയർ ഇസ് ഇക്വൽ ടു മൈനസ് എൽ സ്ക്വയർ എന്ന് എഴുതാം. എം ഇസ് ഇക്വൽ ടു പ്ലസ് ഓർ മൈനസ് ഐ എൽ എന്ന് റെപ്രസെൻറ്റ് ചെയ്യും. സോ the solution will be ue of x is equal to a e raised to I l x plus അല്ലെങ്കിൽ c e raised to I l x plus d e raised to minus I l x എന്ന് എഴുതാം. e raised to I theta എന്ന് പറയുന്നത് cos theta plus I sin theta എന്ന് റെപ്രസെൻറ്റ് ചെയ്യാം. നമ്മൾ അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള ഒരു നോർമലൈസേഷൻ കണ്ടീഷൻ cos x plus I cos l x plus I sin l x എന്ന് എഴുതാം. അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള നോർമലൈസേഷൻ കോൺസ്റ്റന്റ് കൊടുത്താൽ ഈ ഒരു ഓസിലേറ്ററി ഫംഗ്ഷനെ, അതായത് സൊല്യൂഷൻ എന്ന് പറയുന്നത് ഓസിലേറ്ററി ആണ്. സൊല്യൂഷൻ ഈസ് ഓസിലേറ്ററി, നോട്ട് എക്സ്പോണൻഷ്യൽ. സൊല്യൂഷൻ ഈസ് ഓസിലേറ്ററി. ദാറ്റ് ക്യാൻ ബി റിട്ടൺ ആസ് എക്സ്പോണൻഷ്യൽ ആയിട്ട് നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുന്നതിന് സൈനും ടേം കോഴ്സ് കൊടുത്തിട്ട് റിയൽ ടേമുകൾ മാത്രം കൺസിഡർ ചെയ്തിട്ട് അതിന് കൃത്യമായിട്ടുള്ള സ്യൂട്ടബിൾ ആയിട്ടുള്ള നോർമലൈസേഷൻ കണ്ടീഷൻ കൊടുത്താൽ നിങ്ങൾക്ക് യു ഇ ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു c sin lx plus d cos lx ഇങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യും. ഇക്വേഷൻ നമ്പർ 7 ഫോർ മൈനസ് എ ലെസ് ദാൻ എക്സ് ലെസ് ദാൻ എ. ഓക്കെ, സൊല്യൂഷൻ കിട്ടി. ഇനി നമുക്ക് അപ്പുറത്തെ റീജിയൻ എടുക്കാം. തേർഡ് റീജിയൻ എന്ന് പറഞ്ഞാൽ ഫോർ x greater than a minus h cross square divided by 2m d square ue of x divided by dx square is equal to e ue of x. So d square ue of x divided by dx square is equal to minus 2me divided by h cross square into ue of x. ഓക്കെ, ഇവിടെ നമുക്ക് ഇ എന്ന് പറയുന്നത് ലെസ് ദാൻ 0 ആണ്. അപ്പോൾ നമുക്കതിനെ മൈനസ് 2me ഇതിനെ കെ സ്ക്വയർ യു ഇ ഓഫ് എക്സ് എഴുതാം. അപ്പോൾ എന്തെഴുതാം? ഡി സ്ക്വയർ യു ഇ ഓഫ് എക്സ് ഡിവൈഡഡ് ബൈ ഡി എക്സ് സ്ക്വയർ, മറ്റ് ആദ്യത്തെ കേസിൽ കിട്ടിയ പോലെ തന്നെ മൈനസ് കെ സ്ക്വയർ യു ഇ ഓഫ് എക്സ് is equal to 0 എന്ന് എഴുതാം. ഇത് എം സ്ക്വയർ മൈനസ് കെ സ്ക്വയർ is equal to 0. എം സ്ക്വയർ is equal to കെ സ്ക്വയർ. എം is equal to പ്ലസ് ഓർ മൈനസ് കെ. സോ യു ഇ ഓഫ് എക്സ് is equal to നമുക്ക് രണ്ട് കോൺസ്റ്റന്റുകൾ എഫ് ഇ റേസ് ടു മൈനസ് കെ എക്സ് പ്ലസ് ജി ഇ റേസ് ടു കെ എക്സ് എന്ന് നമുക്ക് റെപ്രസെൻറ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇതിനെ ഇക്വേഷൻ നമ്പർ 8 എന്ന് കൊടുക്കുക, ഇതിനെ ഇക്വേഷൻ നമ്പർ 9 എന്നും കൊടുക്കുക. ഇവിടെ ഈ രണ്ട് ടേമുകളും എഴുതാൻ പറ്റുമോ എന്നുള്ളതാണ് നമ്മളുടെ ചോദ്യം. അതായത് യു ഇ ഓഫ് എക്സ് ഈക്വൽ ടു എഫ് ഇ റേസ് ടു മൈനസ് കെ എക്സ് പ്ലസ് ജി ഇ റേസ് ടു കെ എക്സ്. ആസ് എക്സ് ടെൻസ് ടു ഇൻഫിനിറ്റി ദിസ് ടേം ബ്ലോസ് അപ്പ്. ഇ റേസ് ടു ഇൻഫിനിറ്റി വരും. അപ്പോൾ ഒരു വെൽ ബിഹേവ്ഡ് വേവ് ഫംഗ്ഷൻ ആകുമ്പോൾ അത് ബൗണ്ടറിയിൽ എത്തുമ്പോൾ വേവ് ഫംഗ്ഷൻ എന്ന് പറയുന്നത് നോർമലൈസബിൾ ആയിട്ടുള്ള നമ്മൾ റെപ്രസെൻറ്റേഷൻ നടത്തേണ്ടി വരും. അപ്പോൾ നമുക്ക് യു ഇ ഓഫ് എക്സ് എന്ന് പറയുന്നത് ഈ ടേം എക്സ്ക്ലൂഡ് ചെയ്തിട്ട് എഫ് ഇ റേസ് ടു മൈനസ് കെ എക്സ് എന്ന് എഴുതാം ഫോർ എക്സ് ഗ്രേറ്റർ ദാൻ എ. അപ്പോൾ നമ്മൾ അതാണ് ഇക്വേഷൻ നമ്പർ 10 എന്ന് പറഞ്ഞ് നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യും.
അപ്പോൾ നമ്മൾ 3 റീജിയൻ്റെ സൊല്യൂഷൻസ് നമ്മൾ കൃത്യമായിട്ട് ഡിസ്കസ് ചെയ്തു. ആ 3 റീജിയൻ്റെ സൊല്യൂഷൻസ് എന്തൊക്കെയാണെന്ന് പറഞ്ഞു. ഇനി അതിൽ കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്യണം. അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള ബൗണ്ടറി കണ്ടീഷൻസ് ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ എങ്ങനെ ഇതിനെ സോൾവ് ചെയ്ത് എങ്ങനെ എനർജി ഐഗൺ വാല്യൂസും കണ്ടുപിടിക്കുന്നു എന്നുള്ളതാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അതിൻ്റെ കൂടെ തന്നെ സ്കാറ്ററിംഗ് സ്റ്റേറ്റ്സിൻ്റെ കോൺസെപ്റ്റും സ്കാറ്ററിംഗ് സ്റ്റേറ്റ്സിൽ എങ്ങനെ സംഭവിക്കുന്നു, എന്തൊക്കെയാണ് വ്യത്യാസങ്ങൾ വരുന്നത് എന്നുള്ളതും ഡിസ്കസ് ചെയ്യേണ്ടിയിരിക്കുന്നു. അത് നമുക്ക് അടുത്ത വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം. താങ്ക് യു.